വീട്ടിലും പോയി വോട്ട് ചോദിക്കേണ്ട അവകാശം ഇന്ന് കോൺഗ്രസിനാണുള്ളത്. കാരണം 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ വരുമെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞ പ്രാവശ്യം BJP പറഞ്ഞിരുന്നു. 1 രൂപ പോലും വന്നിട്ടില്ല. മാത്രമല്ല 2000 രൂപയോ 3000 രൂപയോ പോയി ബാങ്കിൽ നിന്നെടുത്താൽ അവർ പറയട്ടെ, ഈ കൂട്ടത്തിൽ ആകെ സ്ത്രീയുള്ളൂ. അവരുടെ ചോദ്യത്തെ പോലും നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അവർ പറയട്ടെ, അവർ ചോദ്യങ്ങളല്ലേ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത്? വിവര സാങ്കേതിക വിദ്യ എന്ന തരത്തിൽ നിങ്ങൾ ചെപ്പടി വിദ്യയാണ് ഭാരത രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത്. ഈ ദേശീയ രാഷ്ട്രീയത്തില് സ്ത്രീകളുടെ വോട്ടിന് നിങ്ങൾക്ക് അവകാശമില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് ശക്തമായിട്ട് നിങ്ങൾ നടപ്പിലാക്കിയോ ഇല്ലയോ? 15 ലക്ഷം അല്ല, ഞാൻ പറയട്ടെ, ഈ രാജ്യത്ത് തൊഴിലില്ലാത്തത് കൊണ്ട് അമേഠിയിൽ തോറ്റ് തുന്നമ്പാടി വയനാടിൽ വന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്കാണ് ഈ രാജ്യത്ത് തൊഴിലില്ലാതിരിക്കുന്നത്. എന്തേ രാഹുൽ ഗാന്ധി അവിടെ പരാജയപ്പെട്ടത്? രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടതിന് എന്താ കാരണം? രാഹുൽ ഗാന്ധിക്ക് വടക്കേ ഇന്ത്യയിൽ ഒരിടത്തും മത്സരിക്കാൻ കഴിയില്ല. കാരണം ജനങ്ങൾ കോൺഗ്രസിനെതിരാണ്, കുടുംബ രാഷ്ട്രീയത്തിനെതിരാണ്. അതുകൊണ്ടാണ് വയനാട് വന്ന് മുസ്ലിം ലീഗിന്റെ ചിറകിനടിയിൽ രാഹുൽ ഗാന്ധി ഒളിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വർഗീയത പറയാത്തത് കൊണ്ടാണ് പരാജയപ്പെട്ടത്. നരേന്ദ്രമോദിയെ പോലെ വർഗീയത പറഞ്ഞെങ്കിൽ എല്ലാ പാർലമെന്റിലും ജയിക്കും. ഞങ്ങൾ വർഗീയത പറഞ്ഞ് ജനങ്ങളുടെ വിഷയമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അവർ ചോദിച്ചതുപോലെ ഞാൻ പറഞ്ഞ ആളാണ്. അവർ ചോദിച്ചതുപോലെ നിങ്ങൾ കള്ളപ്പണം തിരിച്ചുകൊണ്ടുവന്നോ? ഞാൻ ചോദിക്കട്ടെ, 15 ലക്ഷം രൂപ എവിടെ? 50 രൂപയുടെ പെട്രോൾ എവിടെ? അതിനുത്തരം പറ. അല്ലാതെ ലീഗിന്റെ ചിറകിനടിയിൽ പോയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി വർഗീയത അല്ല പറയേണ്ടത്. വർഗീയത അല്ലാതെ വേറെ എന്തെങ്കിലും വിഷ്ണുവിന് പറയാനുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയമായി പറയാനുണ്ടോ? പറയട്ടെ, പറഞ്ഞിട്ടേ പോകൂ. അങ്ങനെയൊന്നും ആരും നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു പ്രസ്താവനയും BJPയോ സർക്കാരോ നടപ്പിലാക്കിയിട്ടില്ല. അതിന്റെ പ്രസംഗത്തിനത് ചേച്ചിക്ക് മനസ്സിലാവാത്തത് ഹിന്ദി മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും പ്രചാരസഭാ ക്ലാസ്സിൽ പോയാൽ കൃത്യമായി കണക്ക് മനസ്സിലാക്കാൻ കഴിയും. മലയാളത്തിൽ മനസ്സിലാക്കി BJPയുടെ